ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. വെൽക്കം ബാക്ക് ടു VTU. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും പല ആപ്ലിക്കേഷൻസും പല സൈറ്റുകൾ സന്ദർശിക്കുന്ന സമയത്ത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ ആ ഒരു ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്യാറുണ്ട്. ഇത് ചില സമയത്തൊക്കെ നമുക്ക് പാരായിട്ട് വരാറുമുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ പ്രശ്നമുള്ള ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻ കളയാനും, പിന്നെ നിങ്ങൾ ചില ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ആ ഒരു ഓപ്ഷനൊന്നും ചിലപ്പോൾ അതിന് പോയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെക്ക് ചെയ്തിട്ട് വേണ്ടാത്തതെല്ലാം തന്നെ കളയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ജിമെയിലിൻ്റെ കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടി കളയാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് നമ്മളിതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. Double tap to activate. Double tap and hold the long press. Search in emails. Edit box. Okay. Double tap to edit text. Open navigation door. Button. ഞാനിവിടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ വിത്ത് എന്ന് പറയുന്ന സൈൻ ഇൻ ആറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയില്ലേ. ഇപ്പോൾ ranish@18@gmail.com സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന റൈറ്റ് സൈഡിൽ മുകളിലുള്ള ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിലേക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് മുകളിൽ കാണിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ജസ്റ്റ് പറയുന്നില്ല. നമുക്ക് ഇവിടെ നിങ്ങളിവിടെ സ്വൈപ്പ് ചെയ്ത് വരിക. ഇവിടെ ഷോ മോർ എന്ന് പറയുന്നതിനും താഴെയായിട്ട് പേഴ്സണൽ ഇൻഫോ, സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ, ഗൂഗിൾ പാസ്വേഡ്, തേർഡ് പാർട്ടി ആപ്പ് ആൻഡ് സർവീസസ്, ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിലാണ് നമ്മൾ ഉപയോഗിച്ച സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. തേർഡ് പാർട്ടി ആപ്പ് ആൻഡ് സർവീസസ് ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് താഴെ വരുമ്പോൾ നമുക്ക് എത്ര നമ്മൾ കൊടുത്തു എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. എത്ര സ്ഥലത്ത് നമ്മളിത് കൊടുത്തു എന്ന് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ 27 എന്നിവിടെ പറയുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ മുകളിൽ നിന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് താഴെ വരുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ 27 എന്ന് കാണിക്കുന്നുണ്ട്. അത് അത്രയും ഞാൻ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ശരിക്കും അത് വേണമല്ലോ. ഇതിലൊരു വെബ് വ്യൂ എന്നാണ് പറയുന്നത്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ ഓരോന്നും തൊട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണിക്കുകയാണ്. ഇപ്പോൾ ബ്ലൈൻഡ് ടെക് കമ്മ്യൂണിറ്റി ലിങ്ക് 1/28 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലൈൻഡ് ടെക് കമ്മ്യൂണിറ്റി അതിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇതിൽ ചില പ്രശ്നങ്ങൾ വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ടാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അനൗൺസ് ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹോം ബട്ടൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹോം ബട്ടൺ അടിക്കുന്ന ഹോം ബട്ടണിന് തൊട്ട് മുകളിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഡിലീറ്റ് ഓൾ ആക്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണിത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കൺഫേം എന്നൊരു ബട്ടൺ കിട്ടും. അത് ഡയറക്റ്റ്ലി കൺഫേമിലാണ് പോയി നിൽക്കുക. അത് ഡബിൾ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഇത് കൺഫേം ആവും. ക്യാൻസൽ ബട്ടണുണ്ട്, കൺഫേം ബട്ടണുണ്ട്. ഞാൻ എന്തായാലും ഇത് കൺഫേം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ സൈറ്റ്സിൻ്റെയും എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ ഈ ഡിലീറ്റ് ഓൾ കണക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺഫേം കൊടുത്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.